നാടക റിഹേഴ്സൽ സമയത്ത് ഡയലോഗുകൾ കാണാപ്പുറം പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഡയലോഗുകൾ പഠിക്കാനായിട്ട് പല നടന്മാർക്കും പല രീതിയാണ്. ചിലവർ പെട്ടെന്ന് പഠിക്കുന്നവരുണ്ടാവും, ചിലവർ 15 ദിവസം കഴിഞ്ഞാലും ഡയലോഗ് മറന്നു പോകുന്നവരുണ്ടാവും. അങ്ങനെ സ്റ്റേജിൽ വെച്ച് ഡയലോഗ് മറന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചില തമാശകൾ നാടകം കളിക്കുമ്പോൾ ഉണ്ടാകും. അപ്പോൾ ഒരു കഥാപാത്രത്തിൻ്റെ ഡയലോഗ് മറന്നാൽ കൂടെ നിൽക്കുന്ന ചില കഥാപാത്രങ്ങൾ തന്നെ ആ മറന്ന ഡയലോഗിലേക്ക് ഇയാളെ എത്തിക്കാൻ വേണ്ടിയിട്ട് അനുബന്ധമായി ചില ഡയലോഗുകൾ അയാളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞ് അത് കവർ ചെയ്യുന്ന ചില ബുദ്ധിമാന്മാരായിട്ടുള്ള നടന്മാരുണ്ട്. ചിലവർ ബ്ലാങ്കായിട്ട് നിന്ന് പിന്നീട് നാടകം കുഴപ്പത്തിലേക്ക് പോകുന്ന അവസ്ഥയും ഉണ്ട്. അപ്പം അങ്ങനെ അത്തരം ആദ്യകാലത്തൊക്കെ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകും. പിന്നെ നാടകം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ഫ്ലോവിൽ എല്ലാവരും കൃത്യമായിട്ട് അഭിനയിച്ചു പോവുകയും ചെയ്യും. പിന്നെ രംഗത്ത് ചില തമാശകൾ അറിയാതെ സംഭവിക്കുന്ന ചില തമാശകളുണ്ട്. കാരണം ചില തുറന്ന ഒരു പ്രദേശങ്ങളിൽ ഓപ്പൺ എയർ കളിക്കുമ്പോൾ എല്ലാ ദീപങ്ങളും അണച്ചിട്ട് സ്റ്റേജിൽ മാത്രം ലൈറ്റ് വരുമ്പോൾ ആ പ്രദേശത്തുള്ള പ്രാണികളും വണ്ടുകളും എല്ലാം സ്റ്റേജിലേക്ക് കയറി വരും. അപ്പോൾ സംഭാഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയിൽ ചില നടന്മാരുടെ വായിലേക്കെല്ലാം വണ്ട് കയറിപ്പോയി അവരത് പെട്ടെന്ന് തുപ്പിക്കളയും, അടുത്ത ആളുടെ ദേഹത്തേക്ക് വീഴും. അങ്ങനെ അവിടെ ഒരു വോളിബോൾ കളിക്കുന്ന പോലെയുള്ള ചില സംഭവങ്ങൾ സംഭവിക്കാറുണ്ട്.